ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ബാത്റൂമിൽ യൂസ് ചെയ്യുന്ന ഡൈവർട്ടർ. നമുക്ക് സെറേഡയാണ് നമ്മളിത് പരിചയപ്പെടുന്നത്. കൺസീൽഡ് ബോഡി സിസ്റ്റം എന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അത് ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഹൈ ഫ്ലോ ഒന്ന് മാർക്ക് ചെയ്ത് തരാനുണ്ടോ. പിന്നെ അതിൻ്റെ എമൗണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. 4000 സംതിങ് ആണ് കൊടുത്തിരിക്കുന്ന എമൗണ്ട് വരുന്നിരിക്കുന്നത്. അപ്പോൾ അത് ഫുൾ ഡീറ്റെയിൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഡൈവർട്ടർ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് അത് മിക്സഡ് ടാപ്പ് പണ്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പോലെ തന്നെ ഒറ്റ ലിവറിൽ തന്നെ എല്ലാം ഓപ്പറേറ്റ് ചെയ്യാം. മറ്റേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെപ്പറേറ്റ് ലിവറുകൾ കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്നിപ്പോൾ ഒറ്റ ലിവർ മാത്രം മതി. ആ ലിവർ മാത്രം പുറത്തേക്ക് വരുന്നത്. ആ ഒറ്റ ലിവറിൽ തന്നെ മിക്സഡ് അതിൽ യൂസ് ചെയ്യാം. അതായത് ചൂടുവെള്ളം പച്ചവെള്ളം മിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. ഇനി പച്ചവെള്ളം മാത്രം വേണമെങ്കിൽ അങ്ങനെ, ചൂടുവെള്ളം വേണമെങ്കിൽ ചൂടുവെള്ളം, ഈ ഷവറിലേക്ക് അതുപോലെ താഴത്തേക്ക് ടാപ്പ് വരുന്ന രീതിയിൽ ഇങ്ങനെ വേണമെങ്കിൽ എല്ലാം കൂടി ഒറ്റ ലിവറിലാണ് അറേഞ്ച് ചെയ്യുന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. ആദ്യമേ തന്നെ റൈറ്റ് സൈഡ് നമ്മൾ പച്ചവെള്ളം കണക്ട് ചെയ്തു, ലെഫ്റ്റ് സൈഡ് ചൂടുവെള്ളം കണക്ട് ചെയ്തു, ഏറ്റവും മുകളിലേക്ക് ഷവർ കണക്ട് ചെയ്തു, ഏറ്റവും താഴേക്ക് നമ്മുടെ ഡൈവർട്ടറിൻ്റെ താഴെ സ്പൗട്ട് കണക്ട് ചെയ്തു. ഈ ലെവലിലായിരിക്കണം നമ്മൾ ഇരിക്കേണ്ടത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കണ്ടോ, ഇത് ഉറപ്പിക്കുന്ന സമയത്ത് മിനിമം മാക്സിമം എന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊന്നാണ്. കാരണം മിനിമം മാക്സിമം എന്ന് പറയുന്നത് ടൈലിൻ്റെ ഫിനിഷിങ് ചെയ്തതിന് ശേഷം വരുന്ന ഏരിയയാണ്. അത് ആ മിനിമം മാക്സിമം എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ഒരുപാട് കൂടാനോ കുറയാനോ പാടില്ല. അപ്പോൾ സംഭവിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഡൈവർട്ടറിൻ്റെ പ്ലേറ്റ് നമുക്ക് എക്സ്ട്രാ ഫിറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇനി ഇതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടോ, ഇത് ജസ്റ്റ് ഇതിൽ നിന്ന് ഊരി എടുത്തു കഴിഞ്ഞാൽ അത് കമ്പനി സർവീസാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് വാൽവ് കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്താണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഭിത്തിയുടെ അകത്ത് പോയാലും നമ്മൾ ആ പ്ലേറ്റ് ജസ്റ്റ് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നടക്കും. അപ്പോൾ മെയിൻ്റനൻസിൻ്റെ കാര്യങ്ങൾ പ്രശ്നങ്ങളില്ല. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ സ്പിൻഡിൽ, ഇവിടെയും വരുന്നുണ്ട് എൻ്റെ സ്പിൻഡിൽ. അത് ഷവറിലേക്ക് വരുന്ന സ്പിൻഡിലാണ് വരുന്നത്. ഈ സ്പിൻഡിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കും. ഊരിയെടുത്ത് കംപ്ലയിൻറ്റ്സ് വരുന്ന സമയത്ത് വളരെ സിമ്പിളായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കരുത്. കാരണം വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മെയിൻ്റനൻസ് കാര്യങ്ങൾ ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് എല്ലാ കമ്പനികളും ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വരുന്ന ഈ സ്പിൻഡിൽ നമുക്ക് അഴിച്ചെടുക്കാൻ സാധിക്കും. ഇത് ഷവറിൻ്റെ ഏരിയ ആണ് വരുന്നത്. ഷവറിലേക്ക് പോകുന്ന ആ ഏരിയയിലേക്ക് വരുന്ന അതിൻ്റെ സ്വിച്ചാണ് വരുന്നത്. ഇവിടെയാണ് നമ്മൾ ഷവറിൻ്റെ സ്വിച്ച് വരുന്നത്. ഷവറിൻ്റെ സ്വിച്ച് മുകളിൽ വരുന്നു, താഴെയാണ് നമ്മുടെ ലിവർ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ഡൈവർട്ടർ സെറ്റ് ചെയ്യുന്ന സമയത്ത് സെറേയുടെ ഡൈവർട്ടറൊക്കെ ആണെങ്കിലും ഏത് ഡൈവർട്ടർ സെറ്റ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ അത് മിനിമം മാക്സിമം ടൈൽ ഫിനിഷിങ് മിനിമം മാക്സിമം ഒന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് തന്നെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റ് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. സെറയുടെ ആണെങ്കിലും ജാഗോറിൻ്റെ ആണെങ്കിലും അതുപോലെ തന്നെ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ ആണെങ്കിലും പല ടൈപ്പ് വരുന്ന ഡൈവർട്ടറുകൾ എങ്ങനെ സെറ്റ് ചെയ്യാമെന്നും തേപ്പുകരം എങ്ങനെയാണ് ഇടേണ്ടതെന്നും തേപ്പുകരം കഴിഞ്ഞതിന് ശേഷം ടൈൽ ഫിനിഷിങ് എങ്ങനെയാണെന്നൊക്കെ വ്യക്തമായിട്ട് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നമുക്ക് ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം, മാക്സിമം ഷെയർ കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.